കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് തിരുത്തലുകൾ വേണ്ടി വരുന്നു. ആ തിരുത്തലുകൾ ഇന്നലെ ഒരുത്തൻ രാജിവെച്ചല്ലോ, ഒരു KP സെക്രട്ടറി. അവൻ ആരാന്ന് നിങ്ങളുടെ ധാരണ? എൻ്റെ വാഹനത്തിൽ നിന്ന് 1 ലക്ഷം രൂപ പൊട്ടിച്ച ആളാണ്. ഞാൻ ചോദിച്ചാൽ അവരെ ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? ഇതൊക്കെ എനിക്ക് പറയേണ്ടി വരും. അത് ഞാൻ പറയും. അയാളെ KPCC ഭാരവാഹിയാക്കി ആരാണ്? അയാളൊരു ഉന്നത തലത്തിലുള്ള ആളുകളാണോ? ഉന്നത തലത്തിൽ അവനുമായി ബന്ധമുണ്ട്. VM സുധീരനും എനിക്കും അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. മനസ്സിലായി? സുധീരൻ, നമുക്കൊരു സംശുദ്ധമായ രാഷ്ട്രീയ സംസ്കാരം കോൺഗ്രസിന് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഈ പാർട്ടി തകരും. കാര്യം ഇത്തരം ഫ്രോഡുകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പാർട്ടിയുടെ തലപ്പത്ത് ഒരുപാട് ഇത്തരം ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് ഭരണം ഏറ്റെടുത്ത് മന്ത്രിമാരും ഒക്കെ വന്നിട്ട് ഞാൻ വ്യക്തമായി പറയും. എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒന്നും ആകണ്ടെന്ന് തീരുമാനമെടുത്താൽ പിന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞേ പറ്റൂ. എന്തിനു വേണ്ടിയാ? ഈ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണം. ഞാനൊക്കെ മരിക്കുന്നവരെങ്കിലും ഈ പാർട്ടി തകരരുതെന്ന് എനിക്ക് നിർബന്ധം. ഞാൻ രാഷ്ട്രീയം ഉദരപൂർണമായി കാണുന്ന ഒരുത്തനല്ല, ഉപജീവനമല്ല, വയറ്റിപ്പഴപ്പല്ല. അപ്പൊ വയറ്റിപ്പഴപ്പല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്? എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു മോഹങ്ങളുമില്ല. മോഹങ്ങളുള്ളവരൊക്കെ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. അവരുടെയൊക്കെ ഗുണവധികാരമെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് ഒരാളിൻ്റെയും പേര് വെളിപ്പെടുത്തത്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ഏറ്റെടുത്തതിന് ശേഷം കോൺഗ്രസിനകത്ത് നടക്കുന്ന അനഫലക്ഷണീയമായ ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറയും. ആ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണ് ചുമ്മാ തെറിച്ചു പോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അത് പറഞ്ഞില്ലെങ്കിൽ ഈ പാർട്ടി യവന്മാരെല്ലാം കൂടെ നശിപ്പിക്കും. ഈ പാർട്ടി നിലനിൽക്കണമെന്ന് അദമ്യമായ ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടും പിന്നെ സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ പറയും.